Hello, dears. Today we are going to discuss the story The Boy Who Drew Cats. ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്, ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഹ്യൂസ് ആൻഡ് മ്യൂസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്തതാണ്, ദ മിസ്റ്റീരിയസ് പിക്ചർ. അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ടില്ലാണ്. ഹീസ് എ പെയിൻറ്റർ, ഹീസ് ആൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെയൊരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോറി തന്നെയാണ് ഈ ഒരു സ്റ്റോറി. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്നുള്ള സ്റ്റോറിയിൽ നമ്മളൊരു ആർട്ടിസ്റ്റിനെ തന്നെയാണ് കാണാൻ പോകുന്നത്. ഈ ഒരു സ്റ്റോറി ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി, ഇതൊരു ഫോക്ക് ടെയിലാണ്. ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നാടോടി കഥകൾ. നമ്മൾ പറഞ്ഞ് ഉണ്ടാകുന്ന കഥകളെയാണ് നമ്മൾ നാടോടി കഥകൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? എ ലോങ് ടൈം അഗോ, വൺസ് അപ്പോൺ എ ടൈം. മലയാളത്തിലാണെങ്കിൽ പണ്ട് അല്ലെങ്കിൽ ഒരിടത്തൊരിടത്ത് അങ്ങനെ തുടങ്ങുന്ന സ്റ്റോറീസാണ് ഫോക്ക് ടെയിൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഹെസ്ഗവ ടക്കേജിറോ എന്ന് പറയുന്ന ജപ്പാനീസ് പബ്ലിഷറാണ്. ശ്രദ്ധിക്കുക, ഇത് പബ്ലിഷ് ചെയ്ത ആളുടെ പേരാണ് ഹെസ്ഗവ ടക്കേജിറോ. ഇത് എഴുതിയ ആളല്ല. നമ്മൾ ഫോക്ക് ടെയിലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുണ്ടാകുന്ന കഥകളെയാണ് ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സ്റ്റോറികളൊക്കെ കളക്ട് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത ആളാണ് ഹെസ്ഗവ ടാക്ജിറോ. അപ്പോൾ ഇനി ഒരു സ്റ്റോറിയിൽ എന്താണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സ്റ്റോറി. A long time ago, in a small country village in Japan, there lived a poor farmer and his wife. ഒരു ജപ്പാനിലെ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട ഫാർമറും അദ്ദേഹത്തിൻ്റെ വൈഫും പണ്ട് ജീവിച്ചിരുന്നു. ഹു വർ വെരി ഗുഡ് പീപ്പിൾ. അവരെന്താണ്? നല്ല ആളുകളായിരുന്നു. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. അവർക്ക് ഒരുപാട് മക്കളുണ്ട്. 1 2 3 മക്കളല്ല, ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. എല്ലാവരെയും പോറ്റുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു, കഷ്ടപ്പാട്. നമ്മൾ പറഞ്ഞു പൂവർ ഫാമിലി ആണെന്ന് ഫസ്റ്റ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മക്കളെയൊക്കെ പോറ്റുക എന്നുള്ളത് വളരെ റിസ്ക് ആയ ഒരു കാര്യമായിരുന്നു. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് വെൻ ഓൺലി 14 years old to help his father. എൽഡർ സണ്ണ് 14 വയസ്സായപ്പോഴേക്കും അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. കാരണം ഹി വാസ് വെരി സ്ട്രോങ്. അവൻ ഭയങ്കര സ്ട്രോങ്, അവൻ്റെ ബോഡി നല്ല സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവന് അച്ഛനെ സഹായിക്കണം. ആ ഒരു പ്രായത്തിൽ അച്ഛനെ ഫാമിങ്ങിൽ സഹായിക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നു. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. അതിൻ്റെ താഴെയുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്തിരുന്നു? അമ്മയെ സഹായിച്ചിരുന്നു. അമ്മയുടെ ജോലിയിൽ ഈ പെൺകുട്ടികൾ അമ്മയെ സഹായിച്ചിരുന്നു. അപ്പോൾ എൽഡർ സണ്ണ് 14 വയസ്സ് മുതൽ അച്ഛനെ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള പെൺകുട്ടികളാണെങ്കിലോ അമ്മയെ ഓരോ ജോലികളിൽ സഹായിച്ചിരുന്നു. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പക്ഷേ അതിൽ ഏറ്റവും ചെറിയ കുട്ടി എ ലിറ്റിൽ ബോയ്, ആൺകുട്ടിയാണ് കേട്ടോ. ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. അവന് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യാൻ, ചില ജോലി ചെയ്യാൻ ഫിറ്റല്ലായിരുന്നു അവൻ്റെ ബോഡി. അവന് അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ഹി വാസ് വെരി ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷേ ആരോഗ്യമില്ലെങ്കിലും അവന് നല്ല ബുദ്ധിയായിരുന്നു, ക്ലവറായിരുന്നു. ഹി വാസ് വെരി ക്ലവറർ ദാൻ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൻ്റെ ബ്രദേഴ്സിനേക്കാളും സിസ്റ്റേഴ്സിനേക്കാളും ഒക്കെ നല്ല ബുദ്ധിമാനായിരുന്നു ഈ ഏറ്റവും ലാസ്റ്റുള്ള ഈ ആൺകുട്ടി. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. ഇവൻ്റെ ആ ഒരു ആരോഗ്യം, ശോഷിച്ച ശരീരം, ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയും കണ്ടിട്ട് ആളുകളൊക്കെ പറയുന്നു, ഇവൻ വലുതാകുമൊന്നുമില്ല, ഇവന് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമായിരുന്നു. So his parents thought it would be better for him to become a priest than to become a farmer. അതുകൊണ്ട് തന്നെ ഫാമറിൻ്റെ വൈഫിനും തോന്നിയിരുന്നു, ഇവനെ ഇനി ഫാർമറാക്കാൻ എന്തായാലും പറ്റില്ല, അതിനുള്ളൊരു ആരോഗ്യം ഇവനില്ല, അതിന് അവൻ്റെ ശരീരം ഫിറ്റല്ല. അതുകൊണ്ട് ഇവനൊരു പ്രീസ്റ്റാക്കാം, പുരോഹിതനാക്കാമെന്ന് തീരുമാനിച്ചു. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his
acolyte and teach him all that a priest ought to know. അങ്ങനെ ഒരു ദിവസം അവരെന്ത് ചെയ്യാണ്, ഈ കുട്ടിയെയും കൂട്ടിയിട്ട് അവിടെയുള്ള വില്ലേജിലുള്ള ഒരു ടെമ്പിളിലേക്ക് വില്ലേജ് ടെമ്പിളിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള പ്രീസ്റ്റിന്, അവിടെ ഒരു ഓൾഡ് പ്രീസ്റ്റിന്, കുറച്ച് പ്രായമായിട്ടുള്ളൊരു പ്രീസ്റ്റാണ്, കുറേ നാളുകളായിട്ട് അവിടെ ഉള്ളൊരു പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഇഫ് ഹി വുഡ് ഹാവ് ദെയർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് അക്ലൈറ്റ് ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓട്ട് ടു നോ. താങ്കൾക്ക് ഇവന് വെച്ചാൽ ഈ ഒരു ഏറ്റവും ചെറിയ മകന് നിങ്ങളുടെ അനുയായി, അക്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അനുയായി, സഹായിയായിട്ട് നിർത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രീസ്റ്റ് ആകാൻ എന്തൊക്കെ പഠിക്കണം അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. The old man spoke kindly to the lad and asked him some hard questions. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ പ്രീസ്റ്റ് എന്ത് ചെയ്തു, ഈ ഓൾഡ് പ്രീസ്റ്റ് എന്ത് ചെയ്തു, കുറച്ച് നല്ല കഠിനമായ, നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇവരോട് ചോദിച്ചു. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. അപ്പോൾ അതിനൊക്കെ നല്ല ക്ലവറായിട്ടുള്ള, നല്ല ബുദ്ധിപരമായിട്ടുള്ള റിപ്ലൈ ആയിരുന്നു ഈ കുട്ടിയുടേത്. അതുകൊണ്ട് തന്നെ പ്രീസ്റ്റിന് അവന് ഇഷ്ടമായി. അവൻ്റെ ആൻസേഴ്സും അവൻ്റെ ആ ഒരു ഇൻ്റലിജൻസും ഒക്കെ പ്രീസ്റ്റിന് ഇഷ്ടമായി. പ്രീസ്റ്റ് എന്ന് തീരുമാനിച്ചു അവനെ അക്ലൈറ്റായിട്ട് അവിടെ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രീസ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് ഈ ഓൾഡ് പ്രീസ്റ്റ് തീരുമാനിച്ചു. The boy learned quickly what the old priest taught him and was very obedient in most things. അങ്ങനെ എന്ത് ചെയ്തു, ഈ ബോയ് ആ പ്രീസ്റ്റിൻ്റെ കൂടെ നിന്നിട്ട് പ്രീസ്റ്റ് പറയുന്നതെല്ലാം എല്ലാം എന്ന് പറയുന്നില്ല, മോസ്റ്റ് ഒരുവിധം എല്ലാതും അനുസരിച്ച് എല്ലാം പഠിച്ച് വന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷേ ഒരുവിധം എല്ലാം നേരത്തെ പറഞ്ഞു അല്ലേ, പക്ഷെ അവൻ എന്തുണ്ടായിരുന്നു, ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. എന്താണത്? ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ്. അവനൊരു ഹോബി ഉണ്ടായിരുന്നു, കാറ്റ്സിൻ്റെ പിക്ചർ വരയ്ക്കുക, പൂച്ചകളുടെ പിക്ചർ വരയ്ക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. അത് പഠിക്കായിക്കോട്ടെ, എപ്പോഴായിക്കോട്ടെ, ഈ പഠിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇവൻ ഈ പിക്ചർ വരയ്ക്കുന്നത്. ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വേർ കാറ്റ്സ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ്. എവിടെയെന്നില്ല, പഠിക്കുന്ന പുസ്തകത്തിലും എല്ലായിടത്തും അവനെന്ത് ചെയ്യും, ഈ കാറ്റിൻ്റെ പിക്ചർ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. Whenever he found himself alone, he drew cats. അവന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും, അവൻ ഈ ക്യാറ്റ്സിൻ്റെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പഠിക്കുമ്പോഴും അല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇവന് ഇതൊരു ഹോബിയാണ്, ഈ ക്യാറ്റ്സിൻ്റെ പിക്ചർ വരയ്ക്കുക എന്നുള്ളത് ഒരു ഹോബിയാണ്. He drew them on the margins of the priest's book and on all the screens of the temple and on the walls and on the pillars. അപ്പോൾ ഈ പഠിക്കാനുള്ള, ഈ പ്രീസ്റ്റാകാൻ പഠിക്കാനുള്ള പുസ്തകം ഈ ഒരു ബുക്സിലും അതേപോലെ വാൾസ്, ചുമരിലും, പില്ലേഴ്സ്, തൂണിലും, ആ ടെമ്പിളിലും മൊത്തം ഇവരെന്ത് ചെയ്തു, പൂച്ചകളെ വരച്ചു. ഫുള്ള് പൂച്ചകളെ വരച്ചു. ആ ടെമ്പിൾ മൊത്തം പൂച്ചകളുടെ പിക്ചറായി. ഈവൻ ദാറ്റ് ബുക്ക് ആൾസോ, ആ ഒരു പ്രീസ്റ്റിനെ പഠിക്കാനുള്ള പഠിക്കേണ്ട ആ ഒരു ബുക്കിൽ പോലും അവന് പൂച്ചകളുടെ പിക്ചറായിരുന്നു വരച്ചിരുന്നത്. He drew them because he could not really help it. He had what is called the genius of an artist, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും സഹിക്കാം. നിങ്ങൾ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം, നിങ്ങളാണ് ഈ പൂച്ചയുടെ പിക്ചർ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ക്ഷമിക്കോ? ഇല്ല. അതുപോലെ തന്നെ ഈ പ്രീസ്റ്റിന് ഇത് ഇഷ്ടമായില്ല മീൻസ് ഇങ്ങനെ ഒരു പ്രീസ്റ്റ് ആകുന്ന ആളുകൾക്ക് ഒരു അടക്കം ഒതുക്കം എല്ലാ ഒരു ചിട്ടയൊക്കെ വേണം. അപ്പോൾ അത് ഇവനിൽ കാണുന്നില്ല. ഇവൻ പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ ഇവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു പൂച്ചകളുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രീസ്റ്റിന് ഇഷ്ടമായില്ല. എന്താണ്, അവനൊരു നല്ലൊരു ജീനിയസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ ആക്ലേറ്റ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവന് ഈ എപ്പോഴും ഇങ്ങനെ വരച്ചിരിക്കുന്നതുകൊണ്ട് അവന് ജീനിയസ് ആർട്ടിൽ ജീനിയസ് ആയിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു ആക്ലേറ്റ് അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആകാൻ അവന് ഫിറ്റല്ല എന്ന് പ്രീസ്റ്റിന് നമ്മളുടെ ഓൾഡ് പ്രീസ്റ്റിന് തോന്നി. എ ഗുഡ് ആക്ലേറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു ഗുഡ് ആക്ലേറ്റ് എങ്ങനെ ആയിരിക്കണം,
ഷുഡ് സ്റ്റഡി ബുക്സ്, അവരുടെ ബുക്സ് നല്ലോണം പഠിച്ചിരിക്കണം. ഇവൻ എന്താ ചെയ്യുന്നത്, പഠിക്കുന്ന സമയത്തൊക്കെ ഈ ബുക്സിൽ ഈ പൂച്ചകളുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. വാൾസിൽ, പില്ലേഴ്സിൽ, എല്ലായിടത്തും ഈ ടെമ്പിളിൽ മൊത്തമായിട്ട് ക്യാറ്റ്സിൻ്റെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി. അപ്പോൾ ഒരു ആക്ലേറ്റിന് അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റിന് വേണ്ട ഗുണം എന്താണെന്ന് വെച്ചാൽ ഷുഡ് സ്റ്റഡി ബുക്സ്, എന്തായാലും ആ ബുക്സ് പഠിച്ചിരിക്കണം. അതാണ് ഒരു നല്ലൊരു ആക്ലേറ്റിന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. One day, after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely. അങ്ങനെ ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ ക്യാറ്റ്സിൻ്റെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The old priest said to him severely. അങ്ങനെ at that time the old priest came to the and said, "My boy, you must go away from this temple at once." അപ്പോൾ ആ ഓൾഡ് പ്രീസ്റ്റ് വന്നിട്ട് ഇവനിങ്ങനെ പിക്ചർ വരച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഓൾഡ് പ്രീസ്റ്റ് വന്നിട്ട് പറയുകയാണ്, "മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്." നീ ഇപ്പോൾ തന്നെ ഈ ഒരു ടെമ്പിളിൽ നിന്ന് പോകണം. "യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്." നിനക്കൊരിക്കലും നല്ലൊരു പ്രീസ്റ്റ് ആകാൻ കഴിയില്ല. "ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്." പക്ഷെ എന്താകാം, ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആകാം. അങ്ങനെ ആർട്ടിസ്റ്റ് ആകാനുള്ള ഒരു കഴിവ് നിനക്കുണ്ട്, പക്ഷേ ഒരു പ്രീസ്റ്റ് ആകാനുള്ള കഴിവ് നിനക്കില്ല. കാരണം ഒരു പ്രീസ്റ്റ് ആകണമെങ്കിൽ ആ ഒരു ബുക്സ് നല്ലോണം സ്റ്റഡി ചെയ്യണം. പക്ഷേ അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്യാറ്റ്സിൻ്റെ പിക്ചേഴ്സ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രീസ്റ്റ് പറയുകയാണ്, നിനക്കൊരു പ്രീസ്റ്റ് ആകാനുള്ള ക്വാളിറ്റി ഒന്നുമില്ല, ഗുണങ്ങളില്ല, പകരം എന്തുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള എല്ലാ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നു. Now let me give you a last piece of advice and be sure you never forget it. Avoid large places at night, keep to small. അങ്ങനെ അതിൻ്റെ കൂടെ ഈ ഓൾഡ് പ്രീസ്റ്റ് ഒന്നും കൂടെ പറയണം, എന്താണ്, ഈ ഒരു ഉപദേശം കൂടെ നീ എടുക്കണം. ഫസ്റ്റ് പറഞ്ഞ ഉപദേശം എന്താണ്, നിനക്ക് പ്രീസ്റ്റ് ആകാനുള്ള ക്വാളിറ്റി ഇല്ല, നിനക്കൊരു ആർട്ടിസ്റ്റ് ആവാനുള്ളൊരിതാണ്, അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഈ ടെമ്പിളിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഈ ഒരു ഉപദേശം കൂടി നീ എടുക്കണമെന്ന് പറയണം. എന്താണ് ആ ഒരു ഉപദേശം? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. നൈറ്റിൽ വലിയ വിജനമായ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, പകരം എന്ത് ചെയ്യുക, കീപ് ടു സ്മോൾ, ചെറിയ വഴികൾ തിരഞ്ഞെടുക്കുക. വലിയ വഴികൾ അല്ലെങ്കിൽ വലിയ പ്ലേസസ് ഒഴിവാക്കിയിട്ട് ചെറിയ വഴികൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു രാത്രികളിൽ. അപ്പം അതിൻ്റെ ആ ഒരു വേർഡ്സ്, ആ ഒരു വാക്യത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകളിൽ എന്തൊക്കെയോ മീനിങ്സ് ഉണ്ട്, ഇന്നർ മീനിങ്സ് ഉണ്ട്, പക്ഷേ എന്താണ് നമുക്കിപ്പോൾ വ്യക്തമല്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാവരും ഓർമ്മിച്ച് വെക്കുക ഈ ഒരു ലൈൻസ്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അത് നിങ്ങൾക്ക് എന്താണ് ഈ ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതുപോലെ തന്നെ ഈ ഒരു ബോയ്, ആ ഒരു കുട്ടിക്കും മനസ്സിലായിട്ടില്ല. The boy did not know what the priest meant by saying, avoid large places, keep to small. അപ്പോൾ ഇതുപോലെ തന്നെ ആ കുട്ടിക്കും ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആ കുട്ടിക്കും ഈ പ്രീസ്റ്റ് എന്താ ഇങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും ഇത് പറഞ്ഞതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവന് മനസ്സിലായിട്ടില്ല എന്താണ് ഇതിൻ്റെ ഉദ്ദേശാർത്ഥം എന്താണെന്നുള്ളത്, അവന് മനസ്സിലായില്ല. He thought and thought while he was trying up his little bundle of clothes to go away, but he could not understand those words and he was afraid to speak to the priest anymore except to say goodbye. അങ്ങനെ അവന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, തോട്ട് ഈ ക്ലോത്ത്സും ഇതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ അവൻ പോകാൻ നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു മീനിങ് എന്നുള്ളത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവനെപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അവനായിട്ട് പ്രീസ്റ്റിനോട് ചോദിക്കാനും തന്നിട്ടില്ല. അവനെന്ത് പറഞ്ഞു, ജസ്റ്റ് ഗുഡ് ബൈ പറഞ്ഞു.